എല്ലാ ആളുകൾക്കും, എല്ലാ ആളുകൾക്കെന്ന് വെച്ചാൽ വിവാഹം കഴിച്ച് വിടാനായിട്ട് പെൺകുട്ടികളുള്ള അമ്മമാർക്കെല്ലാം, അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾക്കുമുള്ള ഒരു പേടി സ്വപ്നം പോലാണ് അമ്മായിയമ്മയില്ലേ. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ഒരു വ്യക്തിയാണ്. പേടിക്കാനും മാത്രമൊന്നുമില്ല കേട്ടോ. അതായത് അമ്മ എന്നത് അമ്മായിയമ്മയായി മാറുമ്പോൾ ഈ അമ്മായിയമ്മയെ പേടിക്കുന്നവർക്ക് മുന്നിൽ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാം. ആദ്യം നിങ്ങൾ പറയാം, മകൻ അവന് വിവാഹപ്രായമായി അല്ലേ, ആ പ്രായം എത്തിക്കഴിയുമ്പോഴാണ് അവനൊരു വിവാഹം നിങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നത്, ഒരു പെൺകുട്ടിയെ. അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ആദ്യമേ തയ്യാറെടുക്കണം. അമ്മായിയമ്മയും അമ്മായിയപ്പൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ, ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും, അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. മറ്റൊരു പെൺകുട്ടി വന്നു ചേരാൻ പോവുകയാണ് എന്ന തയ്യാറെടുപ്പ് രണ്ടുപേരുടെയും മനസ്സിൽ വേണം. സ്ത്രീകൾക്കാണ് ഇത്തിരി പ്രശ്നമാണ്, കാരണം സ്ത്രീകൾ രണ്ടും സ്ത്രീയാണല്ലോ, അതുകൊണ്ടാണ് ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പം ഇതിനെ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി മാറ്റി കൊണ്ടുപോകാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പെൺകുട്ടി എങ്ങനെയും ആയിക്കോട്ടെ, അത് നമ്മളവിടെ നിൽക്കട്ടെ, അത് പിന്നീട് പറയാം. അതിന് മുമ്പ് പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ, പ്ലീസ്. അപ്പം നമ്മൾ പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. അപ്പം നമ്മൾ കുറേ ആലോചിച്ച് ഒക്കെയാണ് നമ്മളൊരു കല്യാണം നടത്തുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മകന് ഇത്ര പ്രായമായി, അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി, വരുമാനമായി അല്ലേ, അപ്പോഴാണല്ലോ ഒരു കുടുംബജീവിതത്തിലേക്ക് പോകുന്നത്. അത്രയായി. ഇനിയും പഴയതുപോലെ എൻ്റെ മകൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. ഒരു പെൺകുട്ടി വരുമ്പോൾ അവർ തമ്മിൽ ഇനി എന്താണ്, ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. അവർ തമ്മിൽ സംസാരിക്കട്ടെ, അവരുടെ ഇഷ്ടങ്ങൾ പോലെ കാര്യങ്ങൾ നടക്കട്ടെ. കാരണം നമ്മൾ ആത്യന്തികമായിട്ട് നമ്മളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹമെന്ന് പറയുന്നത് സ്വന്തം മകൻ സന്തോഷത്തോടു കൂടി ഒരു കുടുംബജീവിതം നയിക്കണം എന്നത് മാത്രമായിരിക്കണം അല്ലേ. നമ്മുടെ മക്കളുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് എന്താണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇതാണ് വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പം ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മകൻ മറ്റൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ ചിന്തകൾ കൊണ്ടുവരിക. ഒരിക്കലും നിങ്ങളുടെ മകൻ നിങ്ങളെ തള്ളി പറയുകയില്ല. ആ രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ. കാരണം അതായത് ഈ കോഴി കുഞ്ഞുങ്ങളെ എന്താണ് കൊത്തിമാറ്റത്തില്ലേ ഒരു പ്രായമെത്തുമ്പോൾ അല്ലേ, തനിയെ ആഹാരം തേടി കണ്ടുപിടിച്ച് കഴിക്കുക, വളരുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെ മകനെ മാറ്റി നിർത്തിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൂടെ ഒരാളുണ്ട് അല്ലേ, നിങ്ങൾക്ക് ഭർത്താവുണ്ട് അല്ലേ, അതാണ് നിങ്ങളുടെ കുടുംബം. ആ കുടുംബത്തിലേക്ക് മറ്റൊരാൾ വരുമ്പോഴത്തേക്കും നമ്മളെന്താണ്, അകലം പാലിക്കുക തന്നെ വേണം. പറയുക, തുറന്ന് പറയണം. രണ്ടുപേരെയും കൂടെ കിട്ടുന്ന സന്ദർഭത്തിൽ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ ചെയ്യാനുള്ള ജോലി ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ, മകനെ വിവാഹം കഴിപ്പിച്ചിരിക്കണം, ഇനി നിങ്ങളായി നിങ്ങളുടെ കുടുംബമായി, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാരണവശാലും ഞങ്ങൾ പ്രായം ചെന്നവരെ, ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. പ്രായം ചെന്നവരെ പിടിച്ച് ഇടയ്ക്കിടയിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് സമാധാനമായിട്ട് ജീവിക്കുക. പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് തരണം ചെയ്യും. നിങ്ങളെക്കൊണ്ട് പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളോട് സംസാരിക്കും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലാതെ വിഷമവും സങ്കടവും വരുമ്പോൾ അത് വലിയ വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അതെന്താണെന്ന് വെച്ചാൽ പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെയുള്ള കുറച്ച് നല്ല വാക്കുകൾ ആദ്യം തന്നെ മരുമകൾക്ക് നൽകുകയാണെങ്കിൽ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. അപ്പം ആദ്യമേ നമ്മളത് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നിങ്ങളുടെ മരുമകളുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും.